everyone, welcome to RK Classes. I am Aditya, your English buddy. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇമെയിൽ ആണ്. അപ്പോൾ ഇമെയിൽ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് ഇമെയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വിമൻ എംപവർമെന്റുമായിട്ട് അല്ലെങ്കിൽ വിമണിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വിമൻ ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ every society. In our country, we have achieved partial success, but we still have a long way to go. What should we do to achieve this goal? How far is this statement true? Draft an email to your friend to justify your ideas. ഇവിടെ വിമൺ എംപവർമെന്റിനെ പറ്റിയിട്ടും ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വിമണിനെ പറ്റിയിട്ടും ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സ് പറയുന്ന ഒരു ഇമെയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് ഇമെയിലും ആയിക്കോട്ടെ, എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതേണ്ടത് എന്നുള്ളത് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രം അഡ്രസ്സ് നമ്മൾ എഴുതരുത്, ഫ്രം മെയിൽ ഐ ഡി എഴുതരുത്. ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ടു മെയിൽ ഐ ഡി എഴുതണം. അപ്പോൾ ABC അല്ലെങ്കിൽ ആദിത്യ, എനിക്കാണ് അയക്കുന്നതെങ്കിൽ aditya@gmail.com. ഇതെല്ലാം എൻ്റെ മെയിൽ ഐ ഡി, ഞാൻ വെറുതെ കൊടുത്തു എന്നുള്ളൂ. എന്ത് ചെയ്യുക, ടു മെയിൽ ഐ ഡി ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ CC BCC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ആണെങ്കിൽ അത് അവിടെ എഴുതി വെക്കണം. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി, BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. അപ്പോൾ CC BCC എന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്ത് വെക്കുക, 2 കുത്തിടുക. അവിടെ ഒന്നും എഴുതണ്ട. കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെയിൽ ഇതേപോലെ വേറൊരാൾക്ക് അയക്കണമെങ്കിൽ അവിടെ നമുക്ക് അവരുടെ മെയിൽ ഐ ഡി കൊടുത്താൽ മതി. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ ഇതേ മെയിൽ വേറെ ആൾക്ക് അയക്കും വേണം, എന്നാൽ നമ്മളത് അയക്കുന്നതും മറ്റേ ആൾ കാണും ചെയ്യരുത് എന്നാണെങ്കിൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, പക്ഷെ അത് അവിടെ എന്തായാലും എന്ത് ചെയ്യണം, എഴുതി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മെയിൽ ഐ ഡിയിൽ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, സബ്ജക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് മറക്കരുത്. ബാക്കിയൊക്കെ നമ്മുടെ ലെറ്ററിന്റെ ഫോർമാറ്റ് തന്നെയാണ്. ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക, ഫ്രണ്ടിനാണെങ്കിൽ ഡിയർ എന്ന് കൊടുക്കുക. ഇനി ഒരു ഫോർമൽ മെയിൽ ആണെങ്കിൽ റെസ്പെക്റ്റഡ് സാർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ എന്താണോ കോണ്ടന്റ് അതിനെ പറ്റിയിട്ട്, ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിനോട് വിമൺ എംപവർമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ച ടെക്സ്റ്റിൽ നിന്നും റെഫർ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. അപ്പോൾ ഒരു ബേസിക് വിമൺ എംപവർമെന്റിനെ പറ്റിയിട്ടുള്ള ഒരു പാരഗ്രാഫ് ഫ്രണ്ടിനോട് പറയുന്ന പോലെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, യുവേഴ്സ് ട്രൂലി നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ഇങ്ങനെയാണ് മെയിൽ ഐ ഡിന്റെ ഫോർമാറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഇമെയിൽ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. 2 എന്ന് പറഞ്ഞിട്ട് ഒരു abc@gmail.com എന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടെ എന്ത് ചെയ്യണം, CC കുത്ത് ആൻഡ് അതിൻ്റെ താഴെ BCC കുത്ത്, അതെന്തായാലും എഴുതണം. അതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, സബ്ജക്റ്റ് എഴുതേണ്ടത്. ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വിമൻ. ഓക്കെ, ഹായ് ഫ്രണ്ടിന്റെ നെയിം എഴുതുക. Hope you are doing well. I am writing to this email to share my thoughts on an important topic, women's emancipation and empowerment. In our country, ഇനി നിങ്ങളുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ മതി, ഒരു സ്റ്റാർട്ടിംഗ് ഇൻട്രോ കൊടുത്തിട്ട്. In our country, we have made some progress. Today, many women are going to school, working in different fields and taking part in decision making. But still, we have a long way to go. In many places, girls do not get equal opportunities. ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. സം ആർ നോട്ട് അലൗഡ് ടു സ്റ്റഡി ഓർ വർക്ക്. കുറച്ച് ആൾക്കാർക്ക് പഠിക്കാനോ വർക്കിന് പോകാനോ ഉള്ള ഒരു അവസരം പോലും കിട്ടുന്നില്ല. മെനി വിമൻ സ്റ്റിൽ ഫേസ് ഡിസ്ക്രിമിനേഷൻ അറ്റ് ഹോം ആൻഡ് ഇൻ സൊസൈറ്റി. ഒരുപാട് പേര് ഇപ്പോഴും വീട്ടിലായിക്കോട്ടെ, സൊസൈറ്റിയിലായിക്കോട്ടെ, വർക്ക് പ്ലേസിലായിക്കോട്ടെ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ടു അച്ചീവ് റിയൽ എംപവർമെന്റ്, ഐ തിങ്ക് വി മസ്റ്റ് ഡു എ ഫ്യൂ തിങ്സ്. ഇപ്പൊ റിയൽ എംപവർമെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ്, എവറി ഗേൾ ഷുഡ് ഗെറ്റ് ഗുഡ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ആദ്യം എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ കിട്ടണം. നമ്മൾ ലേണിംഗ്, ലേബർ, അതുപോലെ തന്നെ ലീഡർഷിപ്പ് പഠിച്ചില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് പറയുന്ന പോലെ മെൻഷൻ ചെയ്യാം. റെഡി? സോ സെക്കൻഡ്, ഫാമിലീസ് ഷുഡ് സപ്പോർട്ട് വിമൻ ടു സ്റ്റഡി, വർക്ക് ആൻഡ് ഫോളോ ദെയർ ഡ്രീംസ്. തേർഡ്, we must teach everyone to respect women and treat them equally. Okay, finally the government and society should work together to make sure women feel safe and confident. ഇപ്പോൾ ഫാമിലി സപ്പോർട്ട് വേണം, ഗവൺമെന്റ് എന്നുള്ള സൊസൈറ്റി എന്നുള്ള സപ്പോർട്ട് വേണം. മെന്നിനെ പോലെ തന്നെ ഈക്വൽ എന്ത് ചെയ്യണം, റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. സോ ഇഫ് we all take small step, our country can become a place where women get the freedom and respect they truly deserve. Write back and tell me that you think about this. അപ്പോൾ ഫ്രണ്ടിനോട് തിരിച്ചൊരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പറയാ, ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഐ ആം ഹോപ്പിംഗ് ഓർ ഐ ഹോപ്പ് ഫോർ യുവർ റിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു കൺക്ലൂഷനും എന്ത് ചെയ്യുക, കൊടുക്കുക കേട്ടോ. സോ ഇങ്ങനെ വേണം നിങ്ങൾ ഇമെയിൽ ഐ ഡി എഴുതാൻ വേണ്ടിയിട്ട്.
സോ മെയില് ലെറ്ററിന്റെ ഫോമാറ്റ് തന്നെയാണ്, പക്ഷെ മെയിൽ ഐ ഡിയും സബ്ജക്റ്റും CC BCC എന്നുള്ള കാര്യം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. സോ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി പഠിച്ചിട്ട് എന്തായാലും എക്സാമിന് പോവാ, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും എക്സാമിന് ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ലവ് യു ഓൾ, ബൈ.